പ്രൈസ് ദി ലോർഡ്. നാം എല്ലാ ദിവസവും ദൈവത്തിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കണം. അതേ പ്രിയരെ, ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സർവശക്തനായ കർത്താവ് നൽകട്ടെ. പ്രാർത്ഥനയോട് ഉപവാസത്തോടൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ണുനീരോടെ മുട്ടുമടക്കുന്ന നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സർവശക്തനായ ദൈവം ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ നയീൻ എന്ന പട്ടണത്തിൽ ഒരു വിലാപയാത്ര, തന്റെ ഏകജാതനായിരിക്കുന്ന മകനെ നഷ്ടപ്പെട്ട് ആ മകനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ സർവശക്തനായ കർത്താവ് മകനെ ഉയർപ്പിച്ച് ആ അമ്മയ്ക്ക് തിരികെ കൊടുക്കുന്നതായ കാഴ്ച എത്ര അത്ഭുതകരമായ അതിശയകരമായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ തിരിച്ച് ദൈവം അവർക്ക് വേണ്ടി കൊടുത്തുവെങ്കിൽ ജീവിതത്തിൽ ഇതാ നഷ്ടപ്പെട്ടു പോകുന്ന അനവധി വിഷയങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അനവധി വിഷയങ്ങൾ സർവശക്തനായ കർത്താവിന്റെ കരത്തിൽ തിരികെ തരാൻ അതേ അധികാരമുള്ളവനാണ്. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനേക തലമുറകൾ മാതാപിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മീയത്തിൽ അവർ മരിച്ചവരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. മരിച്ചവനെ തിരിച്ചു തരുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി. അങ്ങനെ ജീവിതത്തിന്റെ സമാധാനക്കേടിൽ, അസമാധാന അവസ്ഥകളിലൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെട്ട് എല്ലാ വിഷയങ്ങളിലും തകർന്നിരിക്കുന്ന ചിലരോടൊക്കെ കർത്താവ് ഈ വചനത്തിലൂടെ സർവശക്തനായ കർത്താവ് സംസാരിക്കുകയാണ്. തിരികെ തരുന്ന, നഷ്ടപ്പെട്ടതിനെ തിരികെ തന്ന് ജീവിതത്തിന്റെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ സന്നിധി ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക. ദൈവം ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകും. ഈ വചനങ്ങളാൽ ദൈവം